ഓം ശാന്തി. എൻ്റെ വീട്ടിൽ നല്ല വെളിച്ചവും വെയിലും ഉണ്ട്, അടുത്ത വീട്ടിൽ സൂര്യൻ കുറച്ച് വെളിച്ചേ കൊടുക്കൂ. മഴ പെയ്യുമ്പോൾ ഇവിടെ നന്നായിട്ട് മഴ കിട്ടും, അവിടേക്ക് കുറച്ച് മഴ കുറച്ചേ കൊടുക്കൂ. ഇങ്ങനെയൊന്നും ഭഗവാൻ ഒരു പക്ഷപാതവും ചെയ്യാറില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ അളവറ്റതായിട്ട് കൊടുത്തുള്ളതായിട്ടുള്ള നിധിയാണ് സമയം എന്ന് പറയുന്നതും. എങ്ങനെയാണോ മഴവെള്ളം, സൂര്യപ്രകാശം, മറ്റെല്ലാ പ്രകൃതിദത്തമായിരിക്കുന്ന നിധിയും ഒരാൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എത്ര ശതമാനം തരുന്നതിനെ ഉപയോഗിക്കാനും സമ്പാദിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. അതുപോലെ തന്നെ അമൂല്യമായിരിക്കുന്ന ഒരു നിധിയാണ് സമയം. സമയത്തിനെ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കുകയും തൻ്റെ സമയം വ്യർത്ഥമാക്കാതെ സഫലമാക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എപ്പോഴും സന്തോഷവും വിജയവും നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സമയത്തെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന കുറച്ച് ടിപ്സ് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിരാവിലെ നേരം പ്രഭാതത്തിൽ നമ്മുടെ മോർണിംഗ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് എനർജറ്റിക്കായി ആക്റ്റീവായി ബ്രെയിൻ വളരെ ഫ്രഷ് ആയിരിക്കുന്ന സമയം, ആ സമയത്താണ് എപ്പോഴും ഏറ്റവും പ്രയാസമേറിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. രാവിലെ നേരത്ത് എല്ലാ എളുപ്പമുള്ള കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ രാവിലെ പറയും പിന്നെ ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വിചാരിക്കും ഉച്ചയ്ക്ക് ഇത്തിരി ക്ഷീണിച്ച സമയമല്ലേ, എന്നാൽ പിന്നെ ചെയ്യാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു മൂഡ് പോയിരിക്കുന്നു, രാത്രി വിചാരിക്കും നാളെ ചെയ്യാമെന്ന് വിചാരിക്കും. എപ്പോഴും ഏത് കാര്യമാണോ ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയത് ആ പ്രയാസമേറിയ കാര്യത്തിന് മാറ്റിവെക്കാനുള്ള ഒരു സ്വഭാവം പൊതുവെ മനുഷ്യ മനസ്സുകൾക്കുള്ളതാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ഒരിക്കലും അടിമയാവാതെ പ്ലാൻ ചെയ്ത് വെച്ചേക്ക്. ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഏറ്റവും ടഫായിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയതായിട്ടുള്ള വർക്ക് എന്താണോ അതിന് തന്നെയാണ് പ്രഭാതത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആദ്യം ചെയ്തു തീർക്കേണ്ടത് ആ കാര്യത്തിനെയാണ്. ആ കാര്യം നമ്മൾ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നോക്കിയോളൂ. അങ്ങനെ ഏറ്റവും കഠിനം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യത്തിന് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിനുള്ളൊരു കോൺഫിഡൻസ് വരും. ഓ, അത് ചെയ്ത് തീർത്തു, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി, എനിക്ക് പറ്റും, ഓ ഇത്ര വലിയ കാര്യം ഞാൻ ചെയ്തു എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയാൻ തുടങ്ങും. അത് നമുക്ക് തരുന്ന ഒരു സെൽഫ് റെസ്പെക്ട് അഥവാ കോൺഫിഡൻസ് ഇനിയും കാര്യങ്ങളെ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷ് എനർജിയുള്ള സമയത്ത്, ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത്, ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതോ വലുതോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ചെയ്യുന്ന സമയത്ത് ഏകാഗ്രതയും സമർപ്പണവും പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ഡൈവേർട്ടായി പോകാൻ സാധ്യതയുള്ള, നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചേക്കണം. ഇന്നത്തെ ലോകത്ത് ദ മോസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം മോസ്റ്റ് ഹെൽപ്പിംഗ് തന്നെയാണ്. ഫോൺ നമുക്ക് ഏറെ സഹായമാണ്. പക്ഷേ നമ്മൾ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ടിങ് എന്നൊരു ശബ്ദം കേൾക്കും. ആരുടെ ക്ലാസ്സാണ് വന്നത്, എന്താ വന്നത്, ഏത് വീഡിയോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നോട്ടിഫിക്കേഷനാണ് വന്നത്, വാട്സപ്പിൽ എന്ത് മെസ്സേജാണ് വന്നത്, ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രതയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ മൊബൈലിൻ്റെ ടിങ് 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 ശബ്ദം നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് എങ്കിൽ ആ സമയത്ത് മൊബൈലിന് ദൂരെ വെക്കുന്നത് അഥവാ ഇത്തരം സൗണ്ട്സിനെയൊക്കെ ഇല്ലാതാക്കി മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര കൂടുതൽ സമയം മനസ്സും ബുദ്ധിയും മറ്റു ചിന്തകളിലേക്ക് ന്യൂസ് നോക്കി അല്ലെങ്കിൽ മെസ്സേജ് വന്നത് നോക്കി ആ മെസ്സേജിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ, ഇമോഷണലി എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ, അത് പ്രത്യേകിച്ചും സങ്കടമോ ടെൻഷനോ ഭയമോ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതോടെ അതുവരെ നിങ്ങൾ ചെയ്തതിൻ്റെ 4-1 സ്പീഡ് പോലും ഉണ്ടാവില്ല. പിന്നെ കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം പെർഫെക്റ്റ് ആയി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടാൽ പോലും നിങ്ങളെ കൊണ്ട് മറ്റൊന്നും ചെയ്യാനാവില്ലല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ അതിനെ മാറ്റിവെക്കുക. ആ കാര്യം പൂർണ്ണമായ ശ്രദ്ധയോടെ സമർപ്പണത്തോടെ ചെയ്യുക. കുറച്ച് സമയം കൊണ്ട് നന്നായിട്ട് ചെയ്യാനും സന്തോഷമായിരിക്കാനും നമുക്ക് സാധിക്കും. അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിൻ്റെ അലയുന്ന സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാൻ കൂടി ഈ ഒരു ചെറിയ ആക്ഷൻ നമ്മളെ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വേണമെങ്കിൽ BK ഷീബ നോക്കിക്കോളൂ. ഓൾമോസ്റ്റ് 1000 വീഡിയോസ് ആവാനായി BK ഷീബയിൽ. അതിലുള്ള 20% അല്ലെങ്കിൽ 30% വീഡിയോസ് ആയിരിക്കും. ആ വീഡിയോസിൽ മജോറിറ്റി ഒരു 20% വീഡിയോസിലായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടായിരിക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അതിലൂടെയായിരിക്കും കുറേ ആളുകൾ ഈ ചാനലിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കുക. എല്ലാ വീഡിയോസും എല്ലാ
എല്ലാവരും ഒരുപോലെ കാണാറില്ല. ദിവസവും തരണം എന്ന ആഗ്രഹത്തോടെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ സത്യത്തെ എനിക്കറിയാം 80-20 ആണ്. 20% വീഡിയോസ് ആയിരിക്കും മജോറിറ്റി ആളുകൾക്കും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഇത് ഇവിടെ മാത്രമല്ല, ലൈഫിൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. 20% പ്രഭാത സമയം പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റതായിട്ടുള്ള ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക, എക്സസൈസ് ചെയ്യുക, പഠിക്കുക, മനനം ചെയ്യുക, നമ്മൾ വിചാരിച്ചു വെച്ചതായിട്ടുള്ള ഗോളിനെ ടു ഡു ലിസ്റ്റിനെ റിമെമ്പർ ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം പോസിറ്റീവ് ലെസൺസ് പഠിക്കുക. ഇങ്ങനെ പ്രഭാതം ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ 20% ബാക്കി അന്നത്തെ ദിവസം മുഴുവൻ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ, എനർജറ്റിക് ആയിരിക്കാൻ, ആക്റ്റീവ് ആയിരിക്കാൻ, കോൺസെൻട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മനസ്സിൻ്റെ മേലെ നമുക്ക് അധികാരിയാവാനായിട്ട് ഇതിനൊക്കെ സഹായിക്കുന്നത് ഈ 80-20 പ്രിൻസിപ്പിളാണ്. ഇത് എവിടെ വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. ഏതൊരു വലിയ കാര്യം എടുത്താലും ആ കാര്യത്തിൽ 100 ആളുകൾ കൂടി ഒരു കാര്യം ചെയ്യാൻ നിശ്ചയിച്ചാലും അതിൽ 20 ആളുകളായിരിക്കും ആ കാര്യത്തിൻ്റെ സക്സസിൻ്റെ ആധാരമാകുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, പഠിക്കുന്നത്, സമർപ്പിക്കുന്നത്. അവസാനം വിജയം വരുമ്പോൾ എല്ലാവരുടെയും കുറച്ച് അതിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ വിൻ എന്ന പോളിസി ഉപയോഗിക്കും. പക്ഷെ നോക്കിയാൽ നമുക്കറിയാം 20% ആളുകളായിരിക്കും ആ വിജയത്തിൻ്റെ പിന്നിൽ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കുന്ന ആളുകൾ. ഇത് 80-20 എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ലൈഫിൽ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. സ്വയം നിങ്ങളുടെ ലൈഫ് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് സമയത്തെ മാക്സിമം നന്നായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ രാവിലത്തെ 20% ടൈം ആ സമയത്ത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് രാത്രി ഉറങ്ങാൻ പോകും മുന്നുള്ളതായിരിക്കുന്ന സമയം, ആ 2 സമയങ്ങളും ദ മോസ്റ്റ് വാല്യുബിൾ ടൈമാണ്. ഉറങ്ങും മുന്നേ നല്ല കാര്യങ്ങളെ കണ്ട് കേട്ട് പഠിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി നമ്മുടെ ഇന്നത്തെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഈശ്വരന് കത്തെഴുതി കൊടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ ഉടനെ ഈശ്വരന് ഗുഡ് മോർണിംഗ് പറയുന്നത്, നമ്മുടെ അഫർമേഷൻ നമ്മൾ ചെയ്യുന്നത്, വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത്, ഒപ്പം തന്നെ മെഡിറ്റേഷൻ, അതുപോലെ സ്റ്റഡി, എക്സസൈസ്, പോസിറ്റീവായിട്ടുള്ള ലെസൺസിൻ്റെ പഠിക്കൽ, ഒപ്പം നമ്മുടെ അന്നത്തെ ടു ഡു ലിസ്റ്റിനെ റിമൈൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ ബാക്കി നിങ്ങളുടെ മാക്സിമം ടൈം നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. അടുത്തൊന്ന് ടാസ്ക് മാനേജ്മെൻ്റ് ആണ്. ഒരു ദിവസത്തേക്ക് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നാളത്തെ ടു ഡു ലിസ്റ്റ് ഇന്ന് രാത്രി ചെയ്യണം കേട്ടോ. പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് അന്നത്തെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ നോക്കരുത്. അത് ഒരിക്കലും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് മറ്റ് പല ബിസി ആയിരിക്കുന്ന ടെൻഷൻസിനെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കലായിരിക്കും. ഓഫീസിലെ കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഓർമ്മ വരും, ആ ടെൻഷൻ വരും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആ ടെൻഷൻ വരും. എല്ലാം കൊണ്ടും മനസ്സിനെ പ്രഭാതത്തിൽ തന്നെ ആകെ കൂടി ഒരു കൊളാക്കി മാറ്റുന്ന രീതിയിലായിട്ട് മാറും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് രാത്രിയിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ആ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ ആധാരത്തിൽ തയ്യാറാക്കുക. നമ്മൾ 4 കോളം വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. 4 കള്ളി വരയ്ക്കുക. 4 കോളുള്ളതായിരിക്കുന്നു. അതായത് ഒരു സ്ക്വയർ വരച്ച് നമ്മൾ ചെയ്യാറില്ല, 2 കോളം, 4 കള്ളികൾ. ആ 4 കള്ളികളിൽ ഏറ്റവും മുകളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അർജൻ്റ് ആയിരിക്കുന്ന കാര്യം, അർജൻ്റ് അല്ലാത്ത കാര്യം. ഈ രീതിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റിൻ്റെ ആധാരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അർജൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും അർജൻ്റാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം, ആ രീതിയിൽ നിങ്ങളൊന്ന് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ കോളം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യം എപ്പോൾ ചെയ്യണം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഈ രീതിയിൽ രാത്രിയിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാൻ പോകും മുന്നേ, അഥവാ ബിസിനസ്സിന് ഇറങ്ങാൻ പോകും മുന്നേ, നമ്മുടെ ആക്ടിവിറ്റിക്ക് ഇറങ്ങാൻ പോകും മുന്നാണ് ഈ ടു ഡു ലിസ്റ്റ് ഒന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സ് ഭാരം ഉണ്ടാവില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാക്കുന്ന സാധനമാണ്. ഈ രീതിയിൽ ടാസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഏറ്റവും കൂടുതൽ നല്ല കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും ഒരാൾക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 40-50 മിനിറ്റ് വരെ പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി ഒരു 10 മിനിറ്റ് നമുക്കറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ലാഗ് ചെയ്യും. അതെല്ലാ പേഴ്സണാലിറ്റിയിലും ഉണ്ടായിരിക്കും. ചിലർക്ക് 1 മണിക്കൂർ പറ്റും, ബാക്കിയുള്ള 15 മിനിറ്റ്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര സമയം ദ ബെസ്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര സമയം ദ ബെസ്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു റിലാക്സേഷൻ. നമ്മൾ കണ്ടിട്ടില്ലേ, സിംഹം പോലും ചാടാൻ പോകും മുന്നേ 2 അടി പിന്നോട്ട് വെച്ച് മുന്നോട്ട് ചാടുന്നത്. അതുപോലെ നല്ല ഒരു ഹാർഡ് എഫേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന, ഒന്നുകിൽ ഒരു ഈസി കാര്യം ചെയ്യാം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന കാര്യം ചെയ്യുക, ഒരു പാട്ട് കേൾക്കുക, റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ആരോടെങ്കിലും നമുക്ക് എനർജി കിട്ടുന്ന, മോട്ടിവേഷൻ കിട്ടുന്ന, ഇൻസ്പിറേഷൻ കിട്ടുന്ന ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റ് കഴിച്ചു. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായ മെത്തേഡ്, ആ മെത്തേഡിൽ
ഫോണിലൂടെ ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല എനർജറ്റിക് ആയിക്കൊണ്ട് ഫുൾ കോൺസെൻട്രേഷനോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ടു ഡു ലിസ്റ്റുകളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് രാവിലെ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ലിസ്റ്റിലുള്ളത് ചെയ്യാൻ സാധിച്ചില്ല. 1.5 മണിക്കൂർ ചെയ്യേണ്ട കാര്യം 1 മണിക്കൂർ, ഞാൻ ഉദാഹരണം എക്സസൈസ് തന്നെ എടുക്കുകയാണ്. 1.5 മണിക്കൂറാണ് ജിമ്മിൽ വർക്കൗട്ട് നിങ്ങൾ പോകാറുള്ളതെങ്കിൽ ഇന്ന് എനിക്ക് 1.5 മണിക്കൂർ പോകാൻ സാധ്യമല്ല, 1.5 മണിക്കൂർ ചെയ്യാൻ നേരമില്ല, അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. അരമണിക്കൂർ സാധിക്കുമെങ്കിൽ പോയിട്ട് അരമണിക്കൂർ ചെയ്യുക. അരമണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അരമണിക്കൂർ പോവുക. വാക്കിങ്ങിന് പോകുന്നത് അരമണിക്കൂർ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ സാരമില്ല, ഇന്ന് അരമണിക്കൂർ പോവുക. അല്ലാതെ ഇന്നെന്താ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നതോടുകൂടി സ്വാഭാവികമായിക്കൊണ്ട് നമ്മുടെ മനസ്സ് അലസതയുടെ ചിത്രത്തെടുക്കും. നാളെ ചെയ്യാതിരിക്കാൻ വേറൊരു കാരണം ഉണ്ടാക്കും, മറ്റന്നാൾ വേറൊരു കാരണം ഉണ്ടാക്കും. അങ്ങനെ കാര്യത്തെ നാളെ നീളെ പോയിക്കൊണ്ടേയിരിക്കും. ആ കാര്യം ചെയ്യാതിരിക്കുന്നത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ചെങ്കിലും ഇന്നെനിക്ക് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും ആ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ കാര്യം 10 മിനിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സംസ്കാരത്തെ നമ്മളുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ വേണം. പിന്നെ അടുത്ത പോയിന്റ്, എവിടെന്നാണോ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ അഥവാ മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് വീഡിയോ ആയാലും കുഴപ്പമില്ല, ബുക്സ് ആയാലും കുഴപ്പമില്ല, മറ്റേതെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും വിധത്തിൽ ദിവസവും നമ്മുടെ ഇൻസ്പിറേഷൻ അഥവാ മോട്ടിവേഷൻ കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റഡിക്ക് വേണ്ടി ദിവസവും നമ്മൾ സമയം കണ്ടെത്തണം. ഈ 7 കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സമയത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനും അതിലൂടെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളെ പെർഫോം ചെയ്യാനും ജീവിതത്തെ സഫലമാക്കാനും സാധിക്കും. ഇത്തരത്തിൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നിധിയായി മാറ്റിക്കൊണ്ട് ജീവിതം സദാ സഫലതയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.